പാർലമെന്റിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അസോൾട്ട് നടന്നു എന്നുള്ളത് ഓക്കെ, അത് ആരെങ്കിലും വഴങ്ങിക്കൊടുത്തത് കൊണ്ടാണ് എന്ന് ആരോപിക്കാൻ വഴിയില്ല. സുരക്ഷാ വീഴ്ച എന്ന കാര്യം അവിടെ ഉണ്ടായി. ഇത്രയും സുരക്ഷയോടുകൂടി പുതിയ ഒരു മന്ദിരം പണിതിട്ടും ഇങ്ങനെ രണ്ടുപേർക്ക് അനായാസം ഇതിനകത്ത് കടന്നു വന്ന് ഇങ്ങനെ ഒരു കൃത്യം നടത്താൻ കഴിഞ്ഞല്ലോ. അവർക്ക് അതിനപ്പുറത്ത് പോകാമായിരുന്നു. അവർ ഒരു പക്ഷെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അത്രമാത്രം ചെയ്തത്. അത് ഒരു വിഷയം. ഇതിനകത്ത് സർക്കാർ കൃത്യമായി മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, രാഹുൽ ഈശ്വറിനോട് ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കാം. മഹുവ മൊയ്ത്ര ചെയ്തതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല. അത് യോജിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അവർ ചെയ്ത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. പക്ഷേ അവർക്ക് പാർലമെൻറ്റിൽ ഈ വിഷയം വന്നപ്പോൾ അവർക്ക് അവരുടെ വാദം പാർലമെൻറ്റിൽ സമർത്ഥിക്കാനുള്ള അവസരം പോലും അന്ന് നൽകിയിട്ടില്ല. മനസ്സിലായില്ലയോ? നമ്മളിവിടെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് മുമ്പ് വരെ ജുഡീഷ്യറി നമ്മൾ ചോദിക്കത്തില്ലേ അവസാനമായി പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ്? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പാർലമെൻറ്റ് അംഗമായ BJP കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, എത്തിക്സ് കമ്മിറ്റി കിട്ടിയ പരാതി അടിസ്ഥാനത്തിൽ ആ വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാതെയാണ് അവരെ ഈ പാർലമെൻറ്റിന് പുറത്താക്കിയെന്ന് അവർ പറയുമ്പോൾ 100 പ്രാവശ്യം അവർ കേണപേക്ഷിച്ചു, എനിക്ക് 1 മിനിറ്റ് എൻ്റെ വാദം സ്പീക്കറുടെ മുമ്പിൽ നിരത്താൻ അവസരം തരണം. ആ അവസരം കൊടുക്കാത്തതിനെയാണ് രാഹുലെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഈ അവർ ചെയ്ത കുറ്റം നിസ്സാരമാണെന്നോ അല്ലെങ്കിൽ അവരെ അനുകൂലിച്ചോ ഞങ്ങൾ ആരും ഈ നിമിഷം വരെ സംസാരിച്ചില്ല. ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ അത് ഉപമയായിടും എന്നൊരു ചൊല്ലുണ്ട്. ഒരു ഉപമ പറഞ്ഞു എന്നല്ലാതെ രാഹുൽ ഈശ്വർ അതിൽ പിടിച്ച് ഈ വിഷയത്തിൻ്റെ ഗൗരവം കുറയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, 1999 അല്ലെങ്കിൽ 2000 മില്ലേനിയം പറന്നു വീണപ്പോൾ നമ്മുടെ എയർ ഇന്ത്യയുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയില്ലേ നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന്. അവിടുന്ന് ഏതാണ്ട് 127 യാത്രക്കാർ, ഒരാൾ 5 എയർപോർട്ട്, അമൃത്സറിൽ പോയി, ലാഹോറിൽ പോയി, പാകിസ്ഥാനിലെ പല സ്ഥലത്തും പോയിട്ടാണ് അവസാനം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നിയന്ത്രണത്തിലുള്ള കാണ്ഡഹാറിൽ ലാൻഡ് ചെയ്യുന്നു. ദുബായിൽ വെച്ച് ഒരാളെ കൊന്നു. ഈ ബാക്കിയുള്ളവരെ വിട്ട് 27 കസ്റ്റഡി വെച്ചു. അന്ന് അൽ ഖ്വയ്ദ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹർഷത്ത് മുജാഹിദ് എന്ന് പറയുന്ന സംഘടന, ആ സംഘടന ആവശ്യപ്പെട്ട 3 തീവ്രവാദികളെ വിട്ടുകൊടുത്തു. ആ തീവ്രവാദികളാണ് 2001 പാർലമെന്റ് ആക്രമിച്ചത്, അതുപോലെ ബോംബെ ട്രേഡ് സെന്റർ ആക്രമിച്ചത്, പുൽവാമയിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ കാർഗിൽ എത്ര ആക്രമണമാണ് അവർ നടത്തിയത്? 3 തീവ്രവാദികളെ. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ രാജ്യസുരക്ഷയെക്കുറിച്ച് പറയുക, ദേശസുരക്ഷയെക്കുറിച്ച് പറയുക, രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുക. അപ്പോൾ ഇവിടെ റഹീം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സംഭവത്തിൽ ഒരു പ്രതിപക്ഷ MP ആണ് കുറ്റാരോപിതനായിരുന്നെങ്കിൽ, അതും റഹീമിനെ പോലെ മുസ്ലിം നാമധാരിയായ ഒരാളാണ് ഈ പാസ് കൊടുത്തെങ്കിൽ ബ്രഹ്മാണ്ടം വിറപ്പിക്കത്തില്ലേ രാഹുലെ? ബ്രഹ്മാണ്ടം വിറപ്പിക്കത്തില്ലേ? എൻ്റെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന സംഭവം അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വർഗീയവൽക്കരിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ രാഹുൽ ഈശ്വർ, ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ചോദിക്കണം, ഇത് തീവ്രവാദ ബന്ധമുണ്ട്, ഭീകരവാദ ബന്ധമുണ്ടെന്ന് പറയുന്നു. എന്തേ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ പ്രധാനമന്ത്രിക്കൊന്ന് വന്ന്, വേണ്ട അദ്ദേഹം വരണ്ട, ആഭ്യന്തരമന്ത്രിക്ക് വന്ന് ഇതൊന്ന് വിശദീകരിച്ചൂടെ നടന്ന സംഭവം? ഇപ്പോൾ UAPAയുടെ 17 18 ഇട്ടു. 17 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടിങ്ങാണ്. ആരാണ് ഫണ്ടിങ് നടത്തിയത്? ഇതൊക്കെ ജനങ്ങളുടെ ആശങ്ക. ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ് പാർലമെന്റിൽ ഇരിക്കുന്നത്. അവർ ജനങ്ങളോട് സമാധാനം പറയണ്ടേ? ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ, ഞങ്ങൾക്ക് ഭരിക്കുന്ന ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനല്ല കഴിയൂ. ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കണ്ടേ? 1957 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ AK ഗോപാലനാണ്. 52 അന്ന് AK ഗോപാലൻ പാർലമെന്റിൽ എഴുന്നേറ്റു. ജവഹർലാൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു. AK ഗോപാലൻ തൻ്റെ പ്രസംഗം കത്തിപ്പടർന്നു. അവസാനം രാജ്യത്തെക്കുറിച്ചായി പ്രസംഗം നെഹ്റു കേട്ടോണ്ടിരുന്നു. അവസാനം AK ഗോപാലൻ ഇരുന്നപ്പോൾ ജവഹർലാൽ എഴുന്നേറ്റ് പറഞ്ഞു, ഐ ആം പ്രൗഡ് ഓഫ് യു മിസ്റ്റർ ഗോപാലൻ, ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. അതാണ് പ്രതിപക്ഷ ബഹുമാനം, അതാണ് ജനാധിപത്യ മര്യാദ. അവിടുന്ന് ശ്രീ നരേന്ദ്രമോദിയിലേക്ക് വന്നപ്പോൾ
അംഗബലം ശുഷ്കമാണെങ്കിലും പ്രതിപക്ഷം പ്രതിപക്ഷമല്ലേ? ജനാധിപത്യത്തിൽ ഭരിക്കുന്നവരെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും രാജ്യത്തോട് ഉത്തരവാദിത്വമില്ലേ, കടമയില്ലേ, കർത്തവ്യമില്ലേ? ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ബാധ്യത ഭരിക്കുന്നവർക്കാണ്. ഞങ്ങൾ അംഗബലത്തിൽ കുറവായതുകൊണ്ട് ഞങ്ങളെ പാർലമെന്റിൽ നിന്ന് നിഷ്കാസിതരാക്കാം എന്നാണ് വ്യാമോഹമെങ്കിൽ അംഗബലമല്ല, എല്ലാവരും പയറ്റിത്തെളിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് ഭീഷണിക്ക് ഞങ്ങൾ ആരും വഴങ്ങും എന്നാരും തെറ്റിദ്ധരിക്കണ്ട. ഇപ്പോ പാർലമെന്റിൽ നിന്ന് മുഴുവൻ അംഗങ്ങളെ പുറത്താക്കിയാലും ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകാതെ സഭ നടത്തിക്കൊണ്ടു പോകാനാവില്ല എന്ന് ഭരണപക്ഷത്തിനറിയാം. അതുകൊണ്ട് നാളെ പാർലമെന്റിൽ നടക്കാൻ പോകുന്നത് മുഴുവൻ എംപിമാരും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രതിപക്ഷ എംപിമാർ ഒറ്റക്കെട്ടായി പ്ലക്കാർഡ് പിടിക്കാൻ തീരുമാനിച്ചു. പ്ലക്കാർഡ് പിടിച്ചാൽ പാർലമെന്റിൽ നിന്ന് പുറത്താണെങ്കിൽ പുറത്തു പോകാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ കാണാം രാഹുലെ. അതുകൊണ്ട് ഇതൊരു വെല്ലുവിളിയല്ല, യുദ്ധപ്രഖ്യാപനമല്ല, ഇതൊരു അപേക്ഷയാണ്. അപേക്ഷ. പാർലമെന്റിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, അത് ആഭ്യന്തരമന്ത്രി ഉറപ്പ് തരണം.